ബ്രെഡും പഴം വീട്ടിലിരിപ്പുണ്ടോ? എന്നാലേ അത് വെച്ചൊരു കിടിലൻ ഐറ്റം ഉണ്ടാക്കാം. ബ്രെഡ് ബനാന പാൻകേക്ക് അല്ലെങ്കിൽ കോഫി പാൻകേക്ക്. കാരണം നമ്മളിതിൽ ബ്രൂ കോഫി പൗഡർ കുറച്ച് ചേർക്കുന്നുണ്ട്. നമ്മളിത് ബേക്ക് ചെയ്യാൻ പോണത് ഇഡലിത്തട്ടിലാണ് കേട്ടോ, അതും കൂടി പറയാം. ബ്രെഡ്, പഴം, കോഫി പൗഡർ, കോഴിമുട്ട, ഈ 4 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. വളരെ സിമ്പിളാണ്. ആദ്യം കുറച്ച് ബ്രെഡ് ജാറിലിടുക. അത് നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് അളവിൽ നിങ്ങൾ ബ്രെഡ് എടുക്കുക. ഞാനിവിടെ 5 ബ്രെഡാണ് എടുത്തത്. അതിന് എനിക്ക് 4 കേക്ക് കിട്ടി. പിന്നെ നമുക്ക് അതിലോട്ട് കോഴിമുട്ട, ഞാനിവിടെ ആദ്യം 2 ഇട്ടത്, ശരിക്കും 3 വേണം. പോരായ്മ വന്നപ്പോൾ ഞാൻ പിന്നീട് അത് എക്സ്ട്രാ ആഡ് ചെയ്ത് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു ഏലക്ക അതിലിട്ട് മൂടി വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ അതൊരു പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കേക്കൊക്കെ നന്നായിട്ട് പെർഫെക്ഷനിൽ കിട്ടാനും വേണ്ടി കുറച്ച് മൈദപ്പൊടി അതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യുക. പിന്നെ കേക്കൊക്കെ പൊങ്ങി വരാൻ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക, ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ കോഫി പൗഡർ അത് കുറച്ച് ആഡ് ചെയ്യുക, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഉടച്ചു വെച്ച പഴം അത് അതിലോട്ട് ആഡ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമ്മുടെ പാൻ കേക്കിനുള്ള മാവ് റെഡിയാവും. അപ്പോൾ അതാ ഒരു ലൈറ്റ് കോഫി കളറിൽ പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ ബേക്ക് ചെയ്യാൻ പോണത് ഇഡലിത്തട്ടിലാണ്. ഇഡലിത്തട്ടെടുത്ത് അതിലൊന്ന് ഓയിൽ ജസ്റ്റ് പുരട്ടി കൊടുക്കാം, കേക്കൊന്ന് വിട്ട് പോരാൻ വേണ്ടിയിട്ട്. ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ മാവ് ഇഡലിത്തട്ടിന്റെ ഓരോ ബൗളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ കറക്റ്റ് 4 പാൻ കേക്കിനുള്ള മാവാണ് കിട്ടിയത്. ഇത് നിങ്ങൾക്ക് കുഴിയപ്പച്ചട്ടിയിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ സെയിം മാവ് നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പോലെ കുഴിയപ്പച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിൽ പാർന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ പോലെ സ്നാക്കും നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ 4 ബൗളിൽ കറക്റ്റ് തോതിൽ ആ മാവ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇഡലിത്തട്ട് മൂടിക്കാണ്ട് ഗ്യാസുമ്മ വെച്ച് ഓൺ ചെയ്ത് ആദ്യം ഇഡലിത്തട്ടിലുള്ള വെള്ളം തിളക്കുന്നത് വരെ ഹൈ സ്പീഡിലിടുക. എന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് മെല്ലെ ബേക്ക് ചെയ്തെടുത്താൽ കലക്കൻ പാൻ കേക്ക് റെഡിയാവും. ഇത് പാൻ കേക്ക് എന്ന് പറയാനൊന്നുമില്ല, അത് ഫ്രൈ പാനിലല്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഫ്രൈ പാനിൽ ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ ഇത് പാൻ കേക്കിൻ്റെ രൂപത്തിലുണ്ട്, അതുകൊണ്ടാണ് പാൻ കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോഫി പാൻ കേക്ക് അല്ലെങ്കിൽ ബ്രെഡ് ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസോട് കൂടി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ഐറ്റം. കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വന്നിക്കണ്, നല്ല സോഫ്റ്റ് ആയി വന്നിക്കണ്. ഇതിനിപ്പോൾ ഉമ്മാനെ വിളിച്ച് ഗതിയെടുത്തേണ്ട ആവശ്യമില്ല, ഇതിപ്പോൾ അവനാൻ ഉണ്ടാക്കാനേ ഉള്ളൂ. അപ്പോൾ ബ്രെഡും പഴം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ ഈസി റെസിപ്പീസിന് വേണ്ടി എൻ്റെ ഈ ചാനൽ വിസിറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ് മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രം ഫുഡ് വാർഡ് കോർണർ.